പാനൂർ ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അല്ലാസോ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പാനൂർ UP സ്കൂളിൽ KP മോഹനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാനൂർ ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും യാത്രയപ്പും സംഘടിപ്പിച്ചു. പാനൂർ UP സ്കൂൾ അങ്കണത്തിൽ അല്ലാസോ സൗഹൃദ സംഗമം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ കർമ്മപദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ അധ്യാപകരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണം. എല്ലാ വിദ്യാലയങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുകയും കായിക മേഖലയിലേക്ക് കുട്ടികളെ വ്യാപൃതരാക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയും വേണമെന്നും KP മോഹനൻ MLA നിർദ്ദേശിച്ചു. കരിയറായിട്ടും മറ്റും ഉപയോഗിക്കുന്നത് എന്നെപ്പോലുള്ള ആളുകളാണ്. അതും വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത്. ഞാനാണെങ്കിൽ പറയുക, മോനെങ്കിൽ വാ, നീ ഇത് ഇവിടെ കൊണ്ട് കൊടുക്കുമെന്ന് പറയാം. അവനത് കേൾക്കും. MLA അല്ലേ പറഞ്ഞത്, KP മോഹനല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ ആ രൂപത്തിലേക്ക് കാലഘട്ടം മാറുകയാണ്. അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും എനിക്ക് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാലയത്തിലെയും പ്രധാന അധ്യാപകരോടും അവരോട് മറ്റുള്ള അധ്യാപകരോടും പറയാനുള്ളത്, എല്ലാ വിദ്യാലയത്തിലും നിങ്ങൾ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കണം. ആ വിദ്യാലയത്തിലെ HM-ഉം അതോടൊപ്പം തന്നെ PTA-യും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കി ഇതിനെതിരെയുള്ള ശക്തമായ ഒരു ഇടപെടൽ. നമ്മൾ സംസാരിച്ചത് കൊണ്ടോ ഇതിൻ്റെ പേരുകൾ പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. വന്നിട്ട് നമ്മൾ സാധാരണ പറയില്ലേ, ചളിയിൽ വീണിട്ട് കാല് കഴുകുന്നതിനേക്കാൾ നല്ലത് നേരത്തെ ആലോചിക്കുന്നതായിരിക്കും. അപ്പം അതിനുള്ള ഏറ്റവും നല്ല ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ MLA-മാരും മന്ത്രിമാരടക്കം ഇതിന് സ്വാഗതം ചെയ്യുകയും ഇത് ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തു. ആ ചർച്ചയിൽ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞതും അതാണ്, ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കണമെന്ന്. അത് നിർബന്ധമായിട്ട് ഉൾക്കൊള്ളണം എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചു. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, പഴയ കാലത്തെ വിദ്യാഭ്യാസം അത് നല്ല ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ യാതൊരു മാറ്റവും സംശയവുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് വിദ്യാർത്ഥി അധ്യാപക തമ്മിലുള്ള ബന്ധം സൗഹൃദ ബന്ധമാണ്. പഴയ കാലത്ത് ഗുരുശിഷ്യ ബന്ധമായിരുന്നെങ്കിൽ ഇന്ന് അത് സൗഹൃദ ബന്ധമായിട്ട് മാറി. കുട്ടികൾക്ക് അങ്ങോട്ടും അധ്യാപകരോട് പലതും ചോദിക്കാനും മനസ്സിലാകാത്തത് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന ആളുകളായിട്ട്, കുട്ടികളായിട്ട്, വിദ്യാർത്ഥികൾ മാറുകയാണ്. അക്കാദമിക് കൗൺസിൽ ചെയർമാൻ പാനൂർ AO ബൈജു കേളോത്ത് അധ്യക്ഷനായി. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉപഹാര സമർപ്പണം നടത്തി. റംല KV തിരുവാൽ UPS HM കൊളവല്ലൂർ, ലീല CP Admissions ഗുരുദേവ സ്മാരകം LPS, തലമുറകൾ ഈ നാടിൻ്റെ മുഖ്യധാരയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച, അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ആനന്ദം കണ്ടെത്തുകയും ആ പകർന്നു കൊടുത്ത അറിവുകൾ വിദ്യാർത്ഥികളുടെ ഹൃദയബന്ധത്തിൽ ആഴത്തിലുള്ള ആത്മബന്ധമുണ്ടാക്കുകയും ചെയ്ത് ഒരു സമൂഹത്തിന് നൽകേണ്ടതെന്താണോ അത് കൊടുത്തവരാണ് ഈ വേദിയിലിരിക്കുന്നത്. യാത്രയപ്പുവേളയിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് വിശ്രമ ജീവിതം എന്നതാണ്. പക്ഷേ വിശ്രമരഹിത ജീവിതം നയിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അധ്യാപക ജീവിതത്തിനപ്പുറത്ത് ഇടം കണ്ടെത്തിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ മുൻ നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള ബഹുമാനി റംല ടീച്ചറുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ നഗരസഭയിൽ സഹ കൗൺസിലറായി നിൽക്കുന്ന PK പ്രവീണുണ്ട്. മറ്റ് വേദിയിൽ ഓരോ മേഖലകളും തിരഞ്ഞെടുത്ത് അതിനോടൊപ്പം ഏറ്റവും കഴിവുകളാക്കി മാറ്റിയവരാണ് ഇവിടെ ഇരിക്കുന്നത്.
പാനൂർ ഉപജില്ലയിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന 47ഓളം അധ്യാപകർക്കും ജീവനക്കാർക്കുമാണ് യാത്രയയപ്പ് നൽകിയത്. ഇതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ വിവിധ മത്സരങ്ങളിൽ സംസ്ഥാനതലത്തിൽ മികവ് തെളിയിച്ച അധ്യാപകർക്കും LSS പുനർമൂല്യനിർണ്ണയത്തിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകി. പാനൂർ BPC K നിമ്മി, HM ഫോറം സെക്രട്ടറി K ബിജേഷ്, പാനൂർ UP സ്കൂൾ HM V ജീജ, സംഘടനാ പ്രതിനിധികളായ V വിപിൻ, KM സുനിലൻ, K സുധീർ കുമാർ, K സുവീൺ, E മുഹമ്മദ് സലീം തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി RK രാജേഷ് കുമാർ സ്വാഗതവും ട്രഷറർ VN രൂപേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി.